Hello friends, ഇന്ന് ചാപ്റ്റർ 11 ഡൈവേഴ്സിറ്റി ഇൻ സോഷ്യൽ ലൈഫിൻ്റെ പാർട്ട് 2 ആണ് നോക്കാൻ പോകുന്നത്. ഇതിലൂടെ ഈ ഭാഗം ഫുള്ളായിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. അടുത്ത ഭാഗത്തിൽ ലെറ്റസ് ആസസ് നോക്കാം. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അർബൻ കമ്മ്യൂണിറ്റി. ഹാവ് യു എവർ വിസിറ്റഡ് എ മെട്രോ സിറ്റി? മെട്രോ സിറ്റി നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? Read the letter sent by Sheena, a 6th standard student, to her friend Archana. ഷീന 6ാം ക്ലാസ്സിലെ സ്റ്റുഡൻറ്റ് അർച്ചന എന്ന് പറയുന്ന ഫ്രണ്ടിന് എഴുതിയ ലെറ്ററാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. ഡിയർ അർച്ചന, ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ഫ്രം ബംഗളൂരു സിറ്റി. ടുഡേ ബംഗളൂരു ഹാസ് ബിക്കം വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സിറ്റീസ് ഇൻ ഇന്ത്യ. അപ്പോൾ ഷീന ഈ ലെറ്റർ എഴുതുന്നത് എവിടെ നിന്നാണ്? ബംഗളൂരു സിറ്റിയിൽ നിന്നാണ്. ബംഗളൂരു എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇന്ത്യയിലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ദ റീജിയൻ ഹാസ് ഗ്രോൺ ഇൻ ടു എ മെഗാ സിറ്റി ഓവർ ദ ലാസ്റ്റ് 50 years. ഇറ്റ് ഈസ് ഫുൾ ഓഫ് സ്കൈ സ്ക്രാപ്പേഴ്സ്. അപ്പോൾ ഇവിടെ ഫുൾ ഓഫ് എന്താണ്? സ്കൈ സ്ക്രാപ്പേഴ്സ്, അതായത് ആകാശം മുട്ടെ കുത്തനെയുള്ള ബിൽഡിങ്സ് ആണ്. മെട്രോ സിറ്റീസ് ആർ ആപ്റ്റ്ലി കോൾഡ് കോൺക്രീറ്റ് ജംഗിൾസ്. മെട്രോ സിറ്റീസിനെ എന്താണ് വിളിക്കുന്നത്? കോൺക്രീറ്റ് ജംഗിൾസ്, അതായത് കോൺക്രീറ്റ് കാടുകൾ എന്ന് വിളിക്കുന്നത് കറക്റ്റ് ആണ് എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? അവിടെ ഫുള്ളും നല്ല ഉയരത്തിലുള്ള ബിൽഡിങ്സ് ആണ്. ദീസ് ബിൽഡിങ്സ് ആർ സോ ടോൾ ദാറ്റ് യു കനോട്ട് സീ ദെയർ ടോപ്സ്. അതായത് ബിൽഡിങ്സിൻ്റെ അറ്റം കാണാൻ കഴിയാത്തത്ര ടോളാണ്, അത്രയും ഉയരമാണ് ബിൽഡിങ്സിന് എന്നാണ് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ സ്ട്രീറ്റ്സ് ആർ 2 ലൈൻ ട്രാക്സ്. ഇപ്പോൾ സ്ട്രീറ്റ്സ് ഒക്കെ എങ്ങനെയാണ്? 2 വരി പാതകളാണ്. വെഹിക്കിൾസ് ഫ്ലൈ ഇൻ ബോത്ത് ഡയറക്ഷൻസ് അലോങ് സെപ്പറേറ്റ് ട്രാക്സ്. അപ്പോൾ 2 ട്രാക്സിലൂടെയും വെഹിക്കിൾസ് നല്ല വേഗതയിലാണ് പോകുന്നത്. നെവർ എൻഡിങ് ട്രാഫിക് ക്യാൻ ബി സീൻ അറ്റ് ഓൾ ടൈംസ്. അതായത് എപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ട്രാഫിക്, എപ്പോഴും വാഹനങ്ങൾ പോയിക്കൊണ്ടും വന്നുകൊണ്ടിരിക്കുന്ന ട്രാഫിക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, എപ്പോഴും കാണാൻ കഴിയും. ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ക്രോസ് ദ റോഡ്സ് ആസ് യു പ്ലീസ്. അതായത് അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല? റോഡ്സ് പെട്ടെന്നൊന്നും ക്രോസ് ചെയ്യാനായിട്ട് പറ്റില്ല. യു ഹാവ് ടു യൂസ് ദ സീബ്ര ക്രോസിങ്സ് ആൻഡ് വെയിറ്റ് ഫോർ ദ ഗ്രീൻ ട്രാഫിക് സിഗ്നൽസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? സീബ്ര ക്രോസിംഗ് യൂസ് ചെയ്യണം, എന്നിട്ട് ഗ്രീൻ സിഗ്നൽസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്താവും? യു ആർ ഫിനിഷ്ഡ് എന്നാണ് പറയുന്നത്. ദ മൾട്ടിറ്റ്യൂഡ് ഓഫ് വെഹിക്കിൾസ് കോസ് എൻവയോൺമെന്റൽ പൊല്യൂഷൻ. Vehicles and factories are equally responsible for air pollution. അപ്പോൾ ഈ വെഹിക്കിൾസ് എന്ത് ചെയ്യുന്നു? എൻവയോൺമെന്റൽ പൊല്യൂഷൻ, പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാവുന്നു എന്നാണ് പറയുന്നത്. വെഹിക്കിൾസ് ആൻഡ് ഫാക്ടറീസ് ആർ ഈക്വലി റെസ്പോൺസിബിൾ ഫോർ എയർ പൊല്യൂഷൻ. അപ്പോൾ വാഹനങ്ങളും ഫാക്ടറീസും എന്താണ്? രണ്ടിനും ഈക്വലി റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ എയർ പൊല്യൂഷന് രണ്ടും കാരണമാവുന്നുണ്ട്. Scarcity of fresh water is also a major problem in Bengaluru. അപ്പോൾ ബംഗളൂരുവിലുള്ള മെയിൻ പ്രോബ്ലം എന്താണ്? സ്കാർസിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ, അതായത് ശുദ്ധജലത്തിൻ്റെ ലഭ്യത അവിടെ കുറവാണ്. ഫ്ലാറ്റ്സ് ക്യാൻ ബി സീൻ എവ്രിവെയർ ഹിയർ. ഫ്ലാറ്റ്സ് ആണ് ഇവിടെ എല്ലാവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത്. മെനി പീപ്പിൾ ലിവ് ഇൻ ബിഗ് വില്ലാസ് ആൻഡ് ഫ്ലാറ്റ്സ്. അപ്പോൾ വലിയ വില്ലാസിലും ഫ്ലാറ്റ്സിലും ഒക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ ജീവിക്കുന്നത്, കുറേ പീപ്പിൾ ജീവിക്കുന്നത്. ഐ ടോൾഡ് ദാറ്റ് എ ബിൽഡിംഗ് അക്കോമഡേറ്റ്സ് നിയർലി 200 ഫാമിലീസ്. അതായത് ഒരു ബിൽഡിങ്ങിൽ എന്തുണ്ടാവും? 200ഓളം ഫാമിലീസ്, കുടുംബങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കും ഇവിടുത്തെ ബിൽഡിംഗ്. There are several schools and colleges. കുറേ സ്കൂൾസും കോളേജസും ഉണ്ട്. It is true that Bengaluru city has parks and gardens. അവിടെ എന്തൊക്കെയുണ്ട്? പാർക്സ് ഉണ്ട്, ഗാർഡൻസ് ഉണ്ട്. The museums and the zoo are enchanting. അപ്പോൾ അവിടെ അടിപൊളിയായിട്ടുള്ള എന്തുണ്ട്? മ്യൂസിയംസ് ഉണ്ട്, സൂ ഒക്കെ ഉണ്ട്. Actually, I am eager to stay here for a few more days and do sightseeing. അപ്പോൾ ഇവിടെ കുറച്ച് ദിവസം കൂടി താമസിക്കാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തിനാണ്? നല്ല ആഗ്രഹമുണ്ട്, ഈഗറാണ്. എന്തിന്? ഇവിടെ കുറേ ദിവസം കൂടി സ്റ്റേ ചെയ്യാനും അവിടുത്തെ സൈറ്റ് സീയിങ്, അതായത് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാനും. വുഡ് യു ലൈക്ക് ടു ജോയിൻ മീ അർച്ചന? നീയും എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വിത്ത് ലവ്, ഷീന.
Haven't you got the picture of a city when you read Sheena's letter? Let us prepare a chart showing the peculiar features of cities. അതായത് നമുക്ക് ഷീനയുടെ ലെറ്റർ വായിച്ചപ്പോൾ തന്നെ സിറ്റി എങ്ങനെ ആയിരിക്കും എന്നൊരു ഐഡിയ കിട്ടി അല്ലേ? ഇനി അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് എഴുതി നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് സിറ്റീസ്. സെൻറ്റർ ഓഫ് ഡൈവേഴ്സിറ്റീസ്. അവിടെ എന്തുണ്ട്? വലിയ വൈവിധ്യമാർന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? എന്തൊക്കെയാണ് അത് നോക്കാം. സ്പീക്ക് മെനി ലാംഗ്വേജസ്. അവിടെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരായിരിക്കും അവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവും? ഡിഫറെൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജസ് ഉണ്ടാവും. വിയർ ഡിഫറെൻറ്റ് ക്ലോത്ത്സ്. വ്യത്യസ്ത തരത്തിലുള്ള വസ്ത്രധാരണമായിരിക്കും. ഫോളോ ഡൈവേഴ്സ് ഫുഡ് ഹാബിറ്റ്സ്. ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഫുഡ്സ് ഒക്കെയാണ് അവിടെ ട്രൈ ചെയ്യുക. ലാൻഡ് ഓഫ് ഡിഫറെൻറ്റ് ഒക്കുപ്പേഷൻസ്. അവിടെ എന്തുണ്ടാവും? ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോലികൾ ഉണ്ടാവും. എന്തൊക്കെ ഡിഫറെൻറ്റ് ഒക്യുപ്പേഷൻസ് ആണെന്ന് നോക്കാം. ഒക്യുപ്പേഷൻസ് റിലേറ്റഡ് ടു ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ്. അതായത് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ളതും പിന്നെ ട്രേഡ് വ്യാപാരപരമായിട്ടുള്ള ജോലികളും ഉണ്ടാവും. ഡിഫറെൻറ്റ് സോഷ്യോ എക്കണോമിക് ക്ലാസ്സസ് ആർ ഫോംഡ് ബേസ്ഡ് ഓൺ ഒക്യുപ്പേഷൻസ്. അപ്പോൾ ജോലിയുടെ അടിസ്ഥാനത്തിൽ കുറേ ലെവൽസ് ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് ഒക്യുപ്പേഷൻസ് ഗീവ് ബർത്ത് ടു ഡിഫറെൻറ്റ് ലേബർ ഓർഗനൈസേഷൻസ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തതരമായിട്ടുള്ള ജോലികൾ കാരണം എന്തുണ്ടായിട്ടുണ്ട്? വ്യത്യസ്തമായിട്ടുള്ള ലേബർ ഓർഗനൈസേഷൻസ് ഉണ്ട്. സെൻറ്റർ ഓഫ് ലാർജ് ബിൽഡിങ്സ് അല്ലേ? നമ്മൾ ലെറ്റർ വായിച്ചപ്പോൾ കണ്ടു വലിയ വലിയ കെട്ടിടങ്ങളുണ്ട്. എങ്ങനത്തെ കെട്ടിടങ്ങളാണ്? ഫ്ലാറ്റ്സ്. അതായത് നമുക്കറിയാം കുറേ നിലകളുള്ള ഫ്ലാറ്റ്സ്, മോൾസ്, സൂപ്പർ മാർക്കറ്റ്സ്, ബംഗ്ലോസ്. അർബൻ ലൈഫ് സ്റ്റൈൽ. ഇനി അവരുടെ പട്ടണങ്ങളിലെ ജീവിത രീതി. ഫാഷൻ ആയിരിക്കും. മോഡേൺ ലൈഫ് സ്റ്റൈൽസ്, ഡൈവേഴ്സ് ലൈഫ് സ്റ്റൈൽസ്. മോഡേൺ ആണ്, ഫാഷൻ ആണ്, അതുപോലെ ഡിഫറൻസ് ഉണ്ട്. ഡൈവേഴ്സ് ആയിരിക്കും, വൈവിധ്യമാർന്നതായിരിക്കും. ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി അല്ലേ? അവിടെ എന്തായിരിക്കും? ജനത്തിരക്ക് കൂടുതലായിരിക്കും. ജനങ്ങളുടെ എണ്ണവും കൂടുതലായിരിക്കും. സ്ലംസ്. അവിടെ ചേരികൾ ഉണ്ടാവും. അതായത് നമ്മൾ സിറ്റീസിൽ നല്ല ജോലിയുള്ള ജനങ്ങൾ മാത്രമല്ല, അവിടെ കുറേ തെരുവുകളിലുള്ള കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ ജീവിക്കുന്ന സ്ലംസും ഉണ്ടായിരിക്കും. സിറ്റീസിലെ കുറേ ഫെസിലിറ്റീസ് എല്ലാം നമ്മൾ കണ്ടു. അതുപോലെ അവിടെ എങ്ങനെയാണ് ഫീച്ചേഴ്സ് കണ്ടു. പ്രോബ്ലംസ് ഇൻ സിറ്റീസ്. അവിടെ പ്രോബ്ലംസും ഉണ്ടായിരിക്കും. സിറ്റീസ് അട്രാക്ട് മെനി അല്ലേ? സിറ്റീസ് എല്ലാവരെയും ആകർഷിക്കും. ബട്ട് ദർ ആർ റീസൺസ് ഫോർ സിറ്റീസ് ടു ബി ഡിസ്ലൈക്ഡ് ആസ് വെൽ. അതായത് സിറ്റീസിനെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണവും ഉണ്ട്. ഡിസ്ലൈക്ഡ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടാതിരിക്കുക. ഓക്കെ, ലുക്ക് അറ്റ് ദ പിക്ചർ. ഈ പിക്ചറിൽ എന്താണുള്ളത്? കുറേ ട്രാഫിക് നിറഞ്ഞ ഒരു റോഡ് അല്ലേ? ദിസ് പിക്ചർ ഷോസ് ദ ട്രാഫിക് കൺജഷൻ ഇൻ എ സിറ്റി. അപ്പോൾ ഒരു സിറ്റിയിലുള്ള ട്രാഫിക്കിൻ്റെ ഒരു തിരക്കും എല്ലാമാണ് കാണിക്കുന്നത്. ദ മൾട്ടിറ്റ്യൂഡ് ഓഫ് വെഹിക്കിൾസ് കോസസ് എയർ പൊല്യൂഷൻ. ഇത്രയും വെഹിക്കിൾസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? എയർ പൊല്യൂഷൻ, വായു മലിനീകരണം ഉണ്ടാവും. ദിസ് ലീഡ്സ് ടു മെനി ഡിസീസസ്. ഇത് കാരണം കുറേ രോഗങ്ങളും ഉണ്ടാവും. ഇറ്റ് ഈസ് എ റിയാലിറ്റി ദാറ്റ് സിറ്റീസ് പൊസസ് മെനി ഫെസിലിറ്റീസ് ആസ് വെൽ. സിറ്റീസിൽ എന്തുണ്ട്? കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. ബട്ട് ഡു യു നോ ദാറ്റ് സിറ്റീസ് ആർ ഓൾസോ സെൻറ്റേഴ്സ് ഓഫ് സെവറൽ പ്രോബ്ലംസ്. പക്ഷേ നിങ്ങൾക്ക് എന്തറിയാവോ? അതായത് സിറ്റീസാണ് കുറേ പ്രശ്നങ്ങൾക്ക് കാരണവും. അതായത് സിറ്റീസിൽ കുറേ ഫെസിലിറ്റീസ് ഉണ്ട്, നമുക്കറിയാം അല്ലേ? എഡ്യൂക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, എല്ലാത്തിനും നല്ല ഫെസിലിറ്റി, നല്ല സൗകര്യങ്ങളുണ്ട്. പക്ഷെ കുറേ പ്രശ്നങ്ങളും ഉണ്ട്. സം പീപ്പിൾ ഫൈൻഡ് ഇറ്റ് ടഫ് ടു ലിവ് ഇൻ സിറ്റീസ്. അപ്പോൾ കുറേ പീപ്പിൾക്ക് എന്ത് തോന്നും? ബുദ്ധിമുട്ടാണ്, സിറ്റീസിൽ ജീവിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് തോന്നാറുണ്ട്. Both the upper class who enjoy all comforts in life and the poor lower class in slums live in the cities. അതായത് നേരത്തെ പറഞ്ഞ പോലെ ജീവിതത്തിൽ ഉയർന്ന രീതിയിൽ പണം സമ്പാദിച്ച് നന്നായി ജീവിക്കുന്നവരെയാണ് അപ്പർ ക്ലാസ് എന്ന് പറയുന്നത്. അവർക്ക് ആ സിറ്റീസിലുള്ള സൗകര്യങ്ങളൊക്കെ ആസ്വദിച്ച് ജീവിക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരു ലൈഫ് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആൻഡ് ദ പുവർ ലോവർ ക്ലാസ്, അതായത് സ്ലംസിൽ, ചേരികളിൽ ജീവിക്കുന്ന കഷ്ടപ്പെടുന്ന ആൾക്കാരും സിറ്റീസിലുണ്ട്. മെനി ഓഫ് ദ പ്രോബ്ലംസ് ഇൻ ദ സിറ്റീസ് അഫക്റ്റ് ഓൾ ഓഫ് ദം. അപ്പോൾ ഈ കുറേ പ്രോബ്ലംസ് ഒക്കെ ഈ ബോത്ത് അപ്പർ ക്ലാസ് ആൻഡ് ലോവർ ക്ലാസ് ജനങ്ങളെ ബാധിക്കും എന്നാണ് പറയുന്നത്. ലെറ്റ് us ഫൈൻഡ് them ഔട്ട്.
അത് നമുക്ക് എന്താണെന്ന് നോക്കാം. What are the solutions to the problems in the cities and villages? Discuss in groups. You can use the following chart for discussion. കുറേ പ്രോബ്ലംസ് നമ്മൾ നേരത്തെ കണ്ടു. ട്രാഫിക് ഒരു പ്രോബ്ലമാണ്, അതുകൊണ്ട് തന്നെ എന്തുണ്ടാവുന്നുണ്ട്, എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ട് ഡിസീസസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ സൊല്യൂഷൻസ് വേണം അല്ലേ? അത് എങ്ങനെ ഈ ചാർട്ട് നോക്കിയിട്ട് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റെമഡീസ് ടു ദ പ്രോബ്ലംസ് ഇൻ സിറ്റീസ്. സിറ്റീസിലുള്ള പ്രോബ്ലംസിനുള്ള ഒരു റെമഡി, സൊല്യൂഷൻ. സിസ്റ്റമാറ്റിക് പ്ലാനിങ്, അതായത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുക. ഇക്കോ ഫ്രണ്ട്ലി കൺസ്ട്രക്ഷൻസ്, നമ്മൾ എന്തെങ്കിലും കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, നിർമ്മിക്കുമ്പോൾ അത് നേച്ചർ ഫ്രണ്ട്ലി, അതായത് പരിസ്ഥിതിക്ക് ദോഷമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളായിട്ട് ചെയ്യുക. ഹൗസിംഗ് പോളിസി, അതായത് വീടുകളായിട്ട് യൂസ് ചെയ്യുക, അങ്ങനത്തെ പോളിസീസ്. ബേസിക് ഫെസിലിറ്റീസ് ഫോർ മേക്കിംഗ് ലൈഫ് ഈസി, അതായത് അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ, ലൈഫ് ഈസി ചെയ്യാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ. ഈ പോയിന്റ്സ് ഒക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ഓഫ് ലൈഫ്. അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടു അല്ലേ? നമ്മൾ 3 തരത്തിലുള്ള ലൈഫാണ് കണ്ടത്. ട്രൈബൽ കമ്മ്യൂണിറ്റി, അതായത് ഏറ്റവും ഉൾപ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഒരുമിച്ച് ജീവിക്കുന്നവരാണ് ട്രൈബൽ കമ്മ്യൂണിറ്റി. അവരുടെ ഫീച്ചേഴ്സ് കണ്ടു. വില്ലേജ് കമ്മ്യൂണിറ്റി, വില്ലേജ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഗ്രാമപ്രദേശമായി ജീവിക്കുന്നവർ. ഫീച്ചേഴ്സ് ഓഫ് ട്രഡീഷണൽ വില്ലേജസ്, ചേഞ്ചസ് ഒക്കേർഡ് ഇൻ റൂറൽ വില്ലേജ് സൊസൈറ്റീസ്. വില്ലേജ് കമ്മ്യൂണിറ്റിയുടെ ഫീച്ചേഴ്സ് കണ്ടു. അതുപോലെ തന്നെ ഈ വില്ലേജ് കമ്മ്യൂണിറ്റീസിൽ ചേഞ്ചസ് വന്നിട്ട് അവരെന്തായി മാറി, സിറ്റീസായി മാറി അല്ലേ? അങ്ങനെയാണ് ഈ സിറ്റീസ് വലിയ വലിയ നഗരങ്ങളായി മാറുന്നത്. അർബൻ കമ്മ്യൂണിറ്റി, അതിൻ്റെ ഫീച്ചേഴ്സ് കണ്ടു. അർബണിൽ എന്തൊക്കെയുണ്ട്, നഗരങ്ങളിൽ പ്രോബ്ലംസും ഉണ്ട്, പിന്നെ അതിനുള്ള റെമഡിയൽ മെഷേഴ്സ് കണ്ടു. ഇതൊക്കെയാണ് ഇത്രയും നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളത്. സോ ഫ്രണ്ട്സ്, ഇത്രയുമാണ് നമുക്ക് ചാപ്റ്റർ 11 പഠിക്കാനുള്ളത്. ഇനി സമ്മറിയും ലെറ്റസ് എസ്സസും പാർട്ട് 3 വരുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും സബ്ജക്റ്റിന് ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ.